Hey all, Jezra here. Welcome to our new class. So today we are going to learn about word have in a different form. Okay. So നമ്മൾ ഒരുപാട് മുൻപ് തന്നെ have എന്നുള്ള വേർഡിന്റെ യൂസേജ് മാക്സിമം നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. We know that have എങ്ങനെ യൂസ് ചെയ്യുന്നത്, has എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. ഹാവിൻ്റെ കൂടെ നമ്മൾ വേർബിൻ്റെ തേർഡ് ഫോം കൊടുക്കുന്നത് ആൻഡ് ഓൾസോ മെനി യൂസേജസ് വി ഹാഡ് ലേൺഡ് ഓൾറെഡി. ബട്ട് ടുഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവിങ് എന്ന് യൂസ് ചെയ്യുന്നത്. ഹാവിങ് HAVING. ഓക്കെ, ഹാവ് പ്ലസ് ING, ഹാവിങ്. ഹൗ ടു യൂസ് ദിസ് ഇൻ എ സെന്റൻസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, തൊട്ടടുത്ത് നടന്ന രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാവിങ് എന്നുള്ളത് ഉപയോഗിക്കുക. സോ ദാറ്റ് ഈസ് ടു കണക്ട് ബിറ്റ്വീൻ two immediate actions. Okay, connect between two immediate actions. തൊട്ടടുത്ത് നടന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ we'll use this word called having. Okay, so let's learn through examples. Your first example is given here. ആദ്യം ഞാൻ അതിൻ്റെ ഒരു നമ്മൾ ഈ ഒരു ഹാവിങ് യൂസ് ചെയ്ത് അല്ലാണ്ടാണെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളത് പറയാം. നമ്മൾ പറയില്ല, എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. ആഫ്റ്റർ ഫിനിഷിങ് മൈ എക്സാം I went to my home. Okay, after finishing the exam. എക്സാം കഴിഞ്ഞതിന് ശേഷം I went home എന്ന് പറയില്ലേ. അവിടെ ആ ഒരു ആഫ്റ്റർ ഫിനിഷിങ് എന്ന് പറഞ്ഞത് ആഫ്റ്റർ എന്നുള്ള വേർഡ് ഒഴിവാക്കിയിട്ട് ഇൻസ്റ്റഡ് ഈ രണ്ട് കാര്യങ്ങളെ, രണ്ട് തൊട്ടടുത്ത് നടന്ന കാര്യങ്ങളാണല്ലോ. എക്സാം കഴിഞ്ഞു, അടുത്ത് നിങ്ങൾ എന്താ ചെയ്ത, അടുത്ത ആക്ഷൻ ആണ് നിങ്ങൾ വീട്ടിലേക്ക് പോയി എന്നുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഹാവിങ് എന്നുള്ള വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹാവിങ്, ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് എക്സാമ്പിൾ. ഹാവിങ് ഫിനിഷ്ഡ് ദ എക്സാം I went to my home. Having finished the exam എന്നുള്ളത് after finishing my exam എന്നുള്ള മീനിങ് തന്നെയാണ്. ആ ഒരു എക്സാം ഫിനിഷ് ചെയ്തിരിക്കെ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞതുകൊണ്ട് തന്നെ വി ആർ ഡൂയിങ് ദി നെക്സ്റ്റ്, അടുത്തത് ചെയ്തു എന്ന് എന്താണ്, I went to my home എന്നുള്ളത്. സോ ആഫ്റ്റർ ഫിനിഷിങ് മൈ എക്സാം എന്നുള്ളത് മാറ്റി യു ക്യാൻ യൂസ് ഹാവിങ് there. ഹാവിങ് ഫിനിഷ്ഡ് മൈ എക്സാം, ആഫ്റ്റർ ഫിനിഷിംഗ് എന്നായിരുന്നു പറഞ്ഞത്. ബട്ട് ആഫ്റ്റർ ഹാവിങ് എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഫിനിഷിംഗ് അല്ല കേട്ടോ, ഫിനിഷ്ഡ്. കാരണം ഹാവിങ് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും വേർബിൻ്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹാവിങ് ഫിനിഷ്ഡ് മൈ എക്സാം I went to my home. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ പറയാണ്, നിന്നെ കണ്ടതിന് ശേഷം, നിന്നോട് സംസാരിച്ചതിന് ശേഷം ഞാൻ റഹ്മാനെ കണ്ടു. ഓക്കെ, റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. സോ നിന്നോട് സംസാരിച്ചതിന് ശേഷം ആഫ്റ്റർ ടോക്കിംഗ് ടു യു ഐ മെറ്റ് റഹ്മാൻ എന്ന് പറയുന്നത് ഹാവിങ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക, ഹാവിങ് ടോക്ക്ഡ് ടു യു. ടോക്ക്ഡ് ആണല്ലോ we3. സോ ഹാവിങ് ടോക്ക്ഡ് ടു യു ഐ മെറ്റ് റഹ്മാൻ. ഓക്കെ, നിന്നോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ റഹ്മാനെ കണ്ടു എന്നുള്ള മീനിങ് തന്നെ. And the third example, having read the newspaper, I was shocked. Okay, having read the newspaper, ന്യൂസ്പേപ്പർ വായിച്ചിരിക്കെ വായിച്ചു കഴിഞ്ഞപ്പം എന്തായി, I was shocked, ഞാൻ ആകെ ഷോക്കായി എന്ന് പറയാണ്. സോ ഹാവിങ് റെഡ് ദ ന്യൂസ് പേപ്പർ I was shocked. ഓക്കെ, സോ ഈ രീതിക്ക് ടു സ്പീക്ക് അബൌട്ട് two actions, two immediate actions. Okay, to connect between two immediate actions you can use having in your sentence. Okay, so let's move on to the next part. So our next expression is having said that. Having എന്നുള്ളതിനെ കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ having said that എന്നും കൂടെ കൊടുത്ത് നമ്മൾ എവിടെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ അങ്ങനെയാണെങ്കിൽ പോലും എന്ന് പറയാറുണ്ടല്ലോ അല്ലേ, നമുക്കറിയാലോ അല്ലേ. നമ്മളിപ്പം ഒരു കാര്യം പറയും, ബട്ട് അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഒരു അടുത്ത ഭാഗം, ഓക്കെ, മറ്റെന്തെങ്കിലും ഒരു റീസൺ, ഒരു കാര്യം നമ്മൾ പറയുമല്ലോ, അങ്ങനെയാണെങ്കിലും സം ഡ്രോബാക്സ്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ബട്ട് അങ്ങനെയാണെങ്കിലും there will be some drawbacks also. Okay, so for this you can use having said that എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. So let's learn this through examples. Your first example is, the hotel is expensive. Having said that, the food here is delicious. Okay, the hotel is expensive. Having said that, the food here is delicious. ഹോട്ടൽ വളരെ എക്സ്പെൻസീവ് ആണ്, അങ്ങനെയാണെങ്കിലും ഫുഡ് കൊള്ളാം എന്ന് പറയില്ല, എക്സ്പെൻസീവ് ആണെങ്കിലും ഫുഡ് കൊള്ളാം. ദ ഫുഡ് ഈസ് ഡിലീഷ്യസ്. ഓക്കെ, സോ ഇവിടെ യു ആർ അക്നോളജിങ് ദ കോംപ്ലെക്സിറ്റി, ഓർ യു ക്യാൻ സേ യു ആർ, നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഹാവിങ് സം അതർ മൾട്ടിപ്പിൾ യൂസസ്. ഓക്കെ, ആ ഒരു ഇഷ്യൂ കൊണ്ട് ഉണ്ടാവുന്ന മറ്റു ചില കാര്യങ്ങൾ ഓക്കെ ആണ് എന്നുള്ളത് പറയാം. അല്ലെങ്കിൽ ഒരു നല്ലത് പറഞ്ഞിട്ട് അതിൻ്റെ ഡ്രോബാക്സും ഉണ്ട് എന്ന് അറിയിക്കാൻ. സോ ഈ രീതിക്ക് അക്നോളജിങ് കോംപ്ലെക്സിറ്റി, ഫോർ ദിസ് യു ക്യാൻ യൂസ് ഹാവിങ് സെഡ് ദാറ്റ്, അങ്ങനെയാണെങ്കിലും എന്ന് പറയാൻ കേട്ടോ. സോ ഐ ഹോപ്പ് യുവർ ഫസ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസ് ഇസ് ക്ലിയർ. ദ ഹോട്ടൽ ഈസ് എക്സ്പെൻസീവ്. ഹാവിങ് സെഡ് ദാറ്റ്
The food here is delicious. Okay, and coming to your next example, the book was very dull. Having said that, I must admit that it was a very clever ending. Okay, the book was dull. Book ഭയങ്കര dull ആയിരുന്നു. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും ഹാവിങ് സെഡ് ദാറ്റ്, അങ്ങനെയാണെങ്കിലും എന്തായേ, ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ്, ഞാൻ സമ്മതിച്ചു തരണം, എന്താ, ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ വെരി ക്ലെവർ എൻഡിങ്, ഒരു നല്ലൊരു ബുദ്ധിപൂർവമായ ഒരു ക്ലെവർ ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു അവിടെ. ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് വാസ് എ ക്ലെവർ എൻഡിങ്. ഓക്കെ, സോ ദ ബുക്ക് വാസ് ഡൾ. ഹാവിങ് സെഡ് ദാറ്റ്, ബുക്ക് ഡൾ ആണെങ്കിലും പിന്നെ അതിൻ്റെ മറ്റു ഭാഗം എന്താ പറയുന്നത്, അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഓർ അതിൻ്റെ മൾട്ടിപ്പിൾ യൂസ് എന്ന് പറയാം അല്ലേ. നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും അതുകൊണ്ടുള്ള മറ്റൊരു നല്ല കാര്യമാണ് പറയുന്നത്. ഹാവിങ് സെഡ് ദാറ്റ് അവസാനം കൊള്ളാം, ക്ലൈമാക്സ് കൊള്ളാം എന്ന് പറയില്ല. പടമൊക്കെ നമ്മൾ ഫിലിം സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര ബോറായിരുന്നു, എങ്കിലും അതിൻ്റെ ആ ലാസ്റ്റിലെ ട്വിസ്റ്റ് ഓക്കെ ഇങ്ങനെയാണെങ്കിലും എന്ന് പറയും. സോ ഹാവിങ് സെഡ് ദാറ്റ്, എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ തേർഡ് എക്സാമ്പിൾ സെൻറ്റൻസ്. യുവർ നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് I'm excited about the trip. Okay, I'm excited about the trip. Having said that, I'm a bit nervous about the travel arrangements. Okay, ആ ഒരു ട്രിപ്പിനെ ആലോചിച്ച് ഞാൻ എക്സൈറ്റഡ് ആണ്. ഐ എം വെരി എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദ ട്രിപ്പ്. പക്ഷേ എന്താ പറയുന്നത്, ഹാവിങ് സെഡ് ദാറ്റ്, ബട്ടിൻ്റെ ആവശ്യമില്ല. ഹാവിങ് സെഡ് ദാറ്റ്, അങ്ങനെയാണെങ്കിലും ഐ ആം എ ബിറ്റ് നെർവസ് അബൌട്ട് ദ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. ആ ഒരു യാത്രക്കായിട്ട് ഒരുക്കങ്ങൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് നെർവസ്നെസ് ഉണ്ട്. ഐ ആം ബിറ്റ് നെർവസ് അബൌട്ട് ദ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, സോ ഫസ്റ്റിൽ ഐ ആം എക്സൈറ്റഡ് അബൌട്ട് ദ ട്രിപ്പ്, ബട്ട് അങ്ങനെയാണെങ്കിലും അതിൻ്റെ കോംപ്ലക്സിറ്റിയാണ് പിന്നെ പറയുന്നത്. പിന്നെ എന്താ നമ്മൾ പറയുന്ന ഒരു ഡ്രോബാക്ക് പോലെ കോംപ്ലക്സിറ്റി ആയിട്ട് പറയുവാണ്. ഹാവിങ് സെഡ് ദാറ്റ് ഐ ആം എ ബിറ്റ് നെർവസും കൂടെയാണ് ഞാനെന്ന്. സോ ഈ രീതിക്ക് അങ്ങനെയാണെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട്, എന്നിരുന്നാൽ പോലും എന്ന് പറയില്ല, ആദ്യൊരു കാര്യം പറഞ്ഞു, ബട്ട് അങ്ങനെയാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു സംഭവം അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും മറ്റൊരു കാര്യം പറയാണ് സെക്കൻഡ് നമ്മൾ. സോ ഈ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹാവിങ് സെഡ് ദാറ്റ് എന്നുള്ളൊരു എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. സോ ഇറ്റ്സ് ഫൈൻ, റൈറ്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹാവിങ് എന്നുള്ള വേർഡിനെ ഉള്ളത് എന്നുള്ളൊരു മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. സോ ഹിയർ ഇറ്റ് മെ നോട്ട് ബി ക്ലിയർ, ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് while looking through some examples. Okay, we'll learn through examples itself. So your first example is given here. I am very lucky having a good friend like you. നിന്നെ പോലെ നല്ലൊരു സുഹൃത്ത് ഉള്ളതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. ഉള്ളതിനാൽ, അവിടെ ഒരു ഉള്ളത് എന്ന് പറഞ്ഞില്ലേ, അതിനായിട്ടാണ് നമ്മൾ ഹാവിങ് യൂസ് ചെയ്തിട്ടുള്ളത്. I'm lucky having a good friend like you. I'm very lucky having a good friend like you. So അവിടെ having ഉള്ളതിനാൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് പറയാൻ. ഓക്കെ, സെക്കൻഡ് വൺ, having a child like you is a blessing. ഓക്കെ, നിന്നെ പോലെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. മേ ബി നമ്മുടെ പാരൻസ് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തിരിച്ചും പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, എന്തായാലും ഉള്ളതിനാൽ having a child like you is a blessing. Okay, and your third example, I'm happy having you in my life. നീ എൻ്റെ ജീവിതത്തിൽ ഉള്ളതിനാൽ ഞാൻ ഹാപ്പിയാണ്. ഉള്ളത്, ആ ഒരു നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിന് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, സോ ഐ എം ഹാപ്പി ഹാവിങ് യു ഇൻ മൈ ലൈഫ്. ദീസ് ആർ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ യൂസിങ് ഹാവിങ് ഇൻ എ സെൻറ്റൻസ്. ഹാവിങ് നമ്മൾ ഈ ഒരു മീനിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇറ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? നമ്മൾ ഹാവിങ് യൂസ് ചെയ്ത്, ഹാവ് എന്നുള്ളൊരു വാക്കിൻ്റെ ഇതെന്ന് വന്ന ഹാവിങ്ങും പിന്നെ ഹാവിങ് സെഡ് ദാറ്റ് എന്നുള്ളതും ലാസ്റ്റ് ഈ ഒരു പിന്നെ നമ്മൾ പഠിച്ചത് ഹാവിങ് എന്നുള്ളത് തന്നെയാണ്. അത് ഏത് രീതിയിലാണ് നമുക്ക് ഉള്ളതിനാൽ എന്നുള്ളൊരു മീനിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുക എന്ന്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ലെറ്റ്സ് മൂവ് ടു our activity session. So here are few sentences for you to translate into English. Okay, so you have to think about all the expressions that we learned so far. Okay, ഇതുവരെ നമ്മൾ ഹാവിങ് ഒക്കെ യൂസ് ചെയ്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഏതായിരിക്കും അവിടെ ബെസ്റ്റ് ആയിട്ട് വരിക. യു ഹാവ് ടു ചൂസ് ദ ബെസ്റ്റ് വൺ, യൂസ് ദ ബെസ്റ്റ് വൺ ടു ട്രാൻസ്ലേറ്റ് ദീസ് സെൻറ്റൻസസ്. ഓക്കെ, യുവർ ഫസ്റ്റ് വൺ, സമ്പന്നനായി തീർന്ന അദ്ദേഹം ഒരു കപ്പൽ വാങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ, കുളി കഴിഞ്ഞ അവൻ പത്രം വായിക്കാനിരുന്നു. ഈ കുളി കഴിഞ്ഞ എന്നുള്ളത് ഹാവിങ് ബാത്ത്ഡ് എന്ന് പറയാം കേട്ടോ, ഹാവിങ് ബാത്ത്ഡ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ജോലി രാജിവെച്ച് അവൾ പുതിയ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇത്തവണ പരീക്ഷ കൂടുതൽ കഠിനമായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും നല്ല ഗ്രേഡുകൾ നേടാനാകും. ഓക്കെ, നെക്സ്റ്റ് വൺ, നിങ്ങളുടെ പ്രകടനം ശ്രദ്ധേയമാണ്. ശ്രദ്ധേയമാണെന്ന് പറയാൻ നമുക്ക് റിമാർക്കബിൾ എന്ന് പറയാം കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും ചില മേഖലകളിൽ നിങ്ങൾക്ക് മെച്ചപ്പെടാൻ കഴിയുമെന്ന് ഞങ്ങൾ ഇപ്പോഴും കരുതുന്നു. ഓക്കെ, ആൻഡ് ദെൻ, ഈയിടെയായി അവൻ നന്നായി ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും ഞങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു.
ഓക്കെ. നെക്സ്റ്റ് വൺ, ഒരു വലിയ വീട് ഉണ്ടെങ്കിൽ ധാരാളം പണം ചിലവാകും. നെക്സ്റ്റ് വൺ, വളരെയധികം ജോലിയുള്ളത് അവനെ സമ്മർദ്ദത്തിലാക്കുന്നു. വളരെയധികം ജോലിയുള്ളത് അവനെ സമ്മർദ്ദത്തിലാക്കുന്നു. സോ അവിടെ സ്ട്രെസ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ, അധികം ജോലി ഇല്ലാത്തത് അവനെ കൂടുതൽ സന്തോഷിപ്പിക്കും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ കാറ് വളരെ ചെലവേറിയതാണ്, അങ്ങനെയാണെങ്കിലും ഒരു ദിവസം വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. So these are your sentences. So please translate this and you have to send to your trainer. Okay. So that's all for today. Catch you later, dears. Take care and have a great day.